നമസ്കാരം. ഞാൻ മോഹനകൃഷ്ണൻ. എന്നെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2009 സ്ഥാപിതമായ മിനർവ PSC കോച്ചിങ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദമായ സ്വാഗതം. മെയ് 2-ാം തീയതി, തൊട്ടടുത്ത് വരുന്ന മെയ് 2-ാം തീയതി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്. ആ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ മുഴുവൻ മാർക്കും മലയാളത്തിൽ കരസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. നമുക്കറിയാം, മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. അത് എഴുതാനും വായിക്കാനും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എഴുത്തും വായനയിലൂടെയും നമുക്ക് ഭാഷയെ സുഗമമാക്കുവാനും അതുവഴി വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാക്യക്രമം അല്ലെങ്കിൽ അതിൻ്റെ പദക്രമം എന്ന് പറയുന്നത്, മലയാള ഭാഷയുടെ പദക്രമം എന്ന് പറയുന്നത് കർത്താവ്, കർമ്മം, ക്രിയയാണ്. ഈ കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ മലയാളത്തിൽ ശരിയായ തരത്തിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് വാക്യം എന്ന ഭാഗം. വാക്യരചനയിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വാക്യം എന്താണ്, അത് ഏതെല്ലാം തരത്തിലുള്ള വാക്യങ്ങളുണ്ട്, അവ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നമുക്കൊരു ചോദ്യമുണ്ടായിരുന്നു: ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കിവാക്യം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് പഠിക്കാത്തവരൊക്കെ എന്താണ് അങ്കിവാക്യം എന്നൊരു സംശയമുണ്ടാകും. അത്തരം കാര്യങ്ങളുടെ സംശയം പൂർണ്ണമായും ദൂരീകരിക്കുന്നതിനു വേണ്ടി നമ്മൾ വാക്യം എന്ന ഭാഗം ഈ ഭാഗത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വാക്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗം, ഏതുതരം വാക്യങ്ങളുണ്ട്, അത് എങ്ങനെയൊക്കെ പരീക്ഷയിൽ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഭാഗം സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കുക, വാക്യമാണ്. എന്താണ് വാക്യം? വാക്യമെന്നാൽ വാക്കുകളുടെ ബന്ധക്രമത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. എന്താണ് വാക്യം എന്ന് പറഞ്ഞത്? ഇപ്പോൾ ചില ആളുകൾ പറയും അർത്ഥമുള്ള ഒരു കൂട്ടം വാക്യം, അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളുടെ കൂട്ടം, അർത്ഥമില്ലാത്ത വാക്കുകളൊന്നിനുമില്ല. ഇപ്പോൾ എങ്ങനെ വന്നാലും വാക്കുകൾക്ക് എന്തുണ്ടാവും? അർത്ഥമുണ്ടാകും. അപ്പോൾ അങ്ങനെയല്ല, അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളല്ല, മറിച്ച് വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. AR രാജരാജവർമ്മയുടെ കേരള പാണിനീയത്തിൽ വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വാക്യം? വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. ഈ ഭാഗം പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുകയും വേണം. അർത്ഥമനുസരിച്ച് വാക്യത്തെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അർത്ഥമനുസരിച്ച് വാക്യത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? 4ആയി തിരിച്ചിരിക്കുന്നു. 1 നോക്കുക, 1 നിർദ്ദേശക വാക്യം. എന്താ പറഞ്ഞത്? 1 നിർദ്ദേശക വാക്യം, 2 നിയോജക വാക്യം, 3 അനുയോഗിക വാക്യം അല്ലെങ്കിൽ അനുയൗകിക വാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം. അതായത് ചോദ്യത്തെ കാണിക്കുന്ന വാക്യമാണേത്? അനുയോഗിക വാക്യം. 4 വ്യാക്ഷേപക വാക്യം. അപ്പോൾ വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യമെന്ന് പറയുന്നു. അർത്ഥമനുസരിച്ച് വാക്യത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. 1 നിർദ്ദേശക വാക്യം, 2 നിയോജക വാക്യം, 3 അനുയോഗിക വാക്യം, 4 വ്യാക്ഷേപക വാക്യം. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, താഴെ തന്നിട്ടുള്ളതിൽ നിർദ്ദേശക വാക്യത്തിന് ഉദാഹരണം ഏത്? അപ്പോൾ നമ്മൾ കണ്ടെത്തി എന്താണ് നിർദ്ദേശക വാക്യം. ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം നിർദ്ദേശക വാക്യം. അപ്പോൾ എന്താണ് നിർദ്ദേശക വാക്യം? ഏതെങ്കിലും ഒറ്റ കാര്യം മാത്രം പറയുന്ന വാക്യത്തെയാണ് എന്ത് പറയുക? നിർദ്ദേശക വാക്യം. അവൾ വന്നു, നിർദ്ദേശക വാക്യം. മഴ പെയ്യുന്നു, നിർദ്ദേശക വാക്യം. അവൻ പോയി, നിർദ്ദേശക വാക്യം. അവൻ പാട്ടുപാടി, നിർദ്ദേശക വാക്യം. ഇങ്ങനെ ഏതെങ്കിലും ഒറ്റ കാര്യം മാത്രം പറയുന്ന വാക്യത്തെയാണ് എന്ത് പറയുന്നത്? നിർദ്ദേശക വാക്യം. അപ്പോൾ നിർദ്ദേശക വാക്യം എന്നാൽ ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം. കണ്ടോ? മനസ്സിലായല്ലോ? അപ്പോൾ നിർദ്ദേശക വാക്യം എന്നാൽ ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം. രണ്ടാമത്തേതാണ് നിയോജക വാക്യം. ഇത് 2 തരം വാക്യങ്ങളാണ്. 1 ആജ്ഞയെ കാണിക്കുന്ന വാക്യം, 2
പ്രാർത്ഥനയെ കാണിക്കുന്ന വാക്യം. അപ്പോൾ നിയോജകവാക്യം എന്നാൽ ആജ്ഞ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യം. നമുക്ക് നോക്കാം, നമ്മൾ ആജ്ഞാപിക്കുന്നത് എങ്ങനെയാണ് ആജ്ഞാപിക്കുക? മര്യാദയ്ക്ക് നമ്മൾ ആജ്ഞാപിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ആം എന്ന് ചേർത്താണ് ആജ്ഞാപിക്കുക. കണ്ടോ, ആം ചേർത്താണ് ആജ്ഞാപിക്കുക. നിങ്ങൾക്ക് പോകാം, ആജ്ഞാവാക്യം. നന്നായി പഠിക്കാം, ആജ്ഞാവാക്യം. ഭക്ഷണം കഴിക്കാം, ആജ്ഞാവാക്യം. അകത്തേക്ക് വരാം, ആജ്ഞാവാക്യം. കണ്ടോ, അപ്പോൾ എന്താണ് നിയോജകവാക്യം? ആജ്ഞ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യം. ഇനി മൂന്നാമത്തെ നമ്മൾ പ്രാർത്ഥനാ വാക്യം നോക്കുക. ആജ്ഞയെ കാണിച്ച് ഇനി പ്രാർത്ഥന നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്ത് എ ആണ് ചേർക്കുക. അപ്പം രക്ഷിക്കണമേ, രക്ഷിക്കണം അധികം എ ആണെന്ത്? രക്ഷിക്കണമേ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ വിജയിക്കണമേ, എൻ്റെ ജീവിതം സുഖകരമാക്കി നൽകണമേ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആജ്ഞാ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യത്തെയാണ് എന്തു പറയുക? നിയോജക വാക്യം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. അർത്ഥമനുസരിച്ച് വാക്യത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. 1 നിർദ്ദേശക വാക്യം, ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം. നിയോജക വാക്യം എന്നാൽ ആജ്ഞ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യം. 2 വാക്യവും മനസ്സിലായല്ലോ. മൂന്നാമത്തെ വാക്യമാണ് അനുയോഗിക വാക്യം അല്ലെങ്കിൽ അനുയൗകിക വാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം. കണ്ടോ, അപ്പോൾ മൂന്നാമത്തെ വാക്യമാണ് അനുയൗകിക വാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം, ചോദ്യത്തെ കാണിക്കുന്ന വാക്യം. അപ്പോൾ എന്താണ് അനുയോഗിക വാക്യം? ചോദ്യത്തെ കാണിക്കുന്ന വാക്യം. ചോദ്യവാദ്യം നമുക്ക് അറിയാം. ചോദ്യം എപ്പോഴും നമ്മളോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അവൻ വന്നോ? നന്നായി പഠിച്ചോ? ഭക്ഷണം കഴിച്ചോ? ജോലി കിട്ടിയോ? ജോലി കിട്ടുമോ? ഉണ്ടോ, നന്നായി പഠിച്ചാൽ കിട്ടുമെന്ന് നമ്മൾ ഉത്തരവും പറയും. അപ്പോൾ അനുയോഗിക വാക്യം എന്നാൽ ചോദ്യത്തെ കാണിക്കുന്ന വാക്യം. ഇനി 4ാമത്തെ വാക്യമാണ് വ്യാക്ഷേപക വാക്യം. കണ്ടോ, വ്യാക്ഷേപക ശബ്ദങ്ങൾ വരുന്ന വാക്യത്തെയാണ് എന്തു പറയുക? വ്യാക്ഷേപക വാക്യം. എന്താണ് വ്യാക്ഷേപകം? നമ്മളൊരു സംഭവം കാണുമ്പോൾ, ഒരു സംഭവം കേൾക്കുമ്പോൾ, ഒരു സംഭവം നേരിട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരം വികാരങ്ങളാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഈ ശബ്ദങ്ങളെയാണ് എന്തു പറയുക? വ്യാക്ഷേപകം. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, പെട്ടെന്ന് മുമ്പിൽ ഒരു പാമ്പിനെ കണ്ടു, പെട്ടെന്ന് ഞാൻ അയ്യോ എന്നുള്ളത് എൻ്റെ വ്യാക്ഷേപക ശബ്ദം. വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ പറയും ഹായ് എന്ന് പറയും, ചിലർ പറയും അയ്യോ കൊള്ളാം, സവാഷ്, വേഷ്, ആഹാ ആഹാ, അയ്യടാ. ഇവയെല്ലാം എന്താണ്? വ്യാക്ഷേപക ശബ്ദം. ഇതിലെ ഏതെങ്കിലും ഒരു ശബ്ദം ഒരു വാക്യത്തിൽ വന്നാൽ അത് വ്യാക്ഷേപക വാക്യം. ഇപ്പം നമുക്ക് നോക്കാം. ആഹാ, കണ്ടോ, ആഹാ എന്തൊരു ഭംഗി. ഇവിടെ എന്തൊരു ഭംഗി എന്നുള്ളത് വാക്യം, ആഹാ എന്നുള്ളത് എന്താണ്? വ്യാക്ഷേപക ശബ്ദം. കണ്ടോ, അപ്പോൾ വ്യാക്ഷേപക വാക്യം എന്നാൽ വ്യാക്ഷേപക ശബ്ദങ്ങൾ വരുന്ന വാക്യം. ഹായ്, കണ്ടോ, ഹായ് എത്ര നല്ല വീട്. അവിടെ എത്ര നല്ല വീട് എന്നുള്ളതാണ് വാക്യം. ഹായ് എന്നുള്ളത് എന്താണ്? വ്യാക്ഷേപക ശബ്ദം. ഈ വ്യാക്ഷേപക ശബ്ദം വാക്യത്തിൽ വന്നാൽ അത് വ്യാക്ഷേപക വാക്യം. ഒന്നുകൂടെ നോക്കിക്കോ, 4 കൂടെ ഒന്നുകൂടെ നോക്കിക്കോണം, ഇപ്പം തന്നെ പഠിച്ചോണം. വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. അർത്ഥമനുസരിച്ച് വാക്യത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. 1 നിർദ്ദേശക വാക്യം, ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം. നിയോജക വാക്യം എന്നാൽ ആജ്ഞ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യം. അനുയോഗിക വാക്യം എന്നാൽ ചോദ്യത്തെ കാണിക്കുന്ന വാക്യം. വ്യാക്ഷേപക ശബ്ദങ്ങൾ വരുന്ന വാക്യം വ്യാക്ഷേപക വാക്യം. ഈ 4 നന്നായി മനസ്സിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മൾ ഈ വാക്യത്തെ നമ്മൾ നിർദ്ദേശക വാക്യം നമ്മൾ പറഞ്ഞു, നിയോജക വാക്യം പറഞ്ഞു, കണ്ടോ, അനുയോഗിക വാക്യം പറഞ്ഞു, വ്യാക്ഷേപക വാക്യം പറഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ വരുന്നത്. മറ്റു വാക്യങ്ങളാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളാണ്. 1ാമത്തെ വാക്യം എന്ന് പറയുന്നത് അംഗവാക്യം. എന്താണ്? അംഗവാക്യം. അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം. അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം. അംഗവാക്യത്തിലെ ക്രിയ അപൂർണമായിരിക്കും. പരീക്ഷയിൽ ഒരു ചോദ്യമുണ്ട്,
അംഗവാക്യത്തിലെ ക്രിയ മുറ്റുവിനയായിരിക്കും, പറ്റുവിനയായിരിക്കും, കാരിതമായിരിക്കും, അകാരിതമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? അംഗവാക്യത്തിലെ ക്രിയ പറ്റുവിനയായിരിക്കും, അപൂർണമായിരിക്കും. അപ്പോൾ അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം, അംഗവാക്യത്തിലെ ക്രിയ എന്താണ്? അപൂർണമായിരിക്കും. മഴ പെയ്തപ്പോൾ, മഴ പെയ്തു എന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? മഴ പെയ്തപ്പോൾ, മഴ പെയ്തപ്പോൾ. അവിടെ മഴ പെയ്തപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അപൂർണമായി. മഴ പെയ്തു എന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? മഴ പെയ്തപ്പോൾ. കണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ, ചെന്നു എന്നല്ല പറഞ്ഞ് ചെന്നപ്പോൾ. വണ്ടി വന്നാൽ, വണ്ടി വന്നു എന്നല്ല പറഞ്ഞത്, വണ്ടി വന്നാൽ. ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഭക്ഷണം കഴിച്ചു എന്നല്ല പറഞ്ഞത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ അപൂർണമായിട്ട് നിൽക്കുന്ന, അതായത് അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം, അംഗവാക്യത്തിലെ ക്രിയ അപൂർണമായിരിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ? ഈ വീടുകളിലൊക്കെ കുട്ടികൾ ബഹളം വെക്കുമ്പോൾ തള്ളമാർ വിളിച്ചു പറയും, ഞാനങ്ങോട്ട് വന്നാൽ, ഞാനങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അംഗവാക്യം. ഇപ്പോൾ മനസ്സിലായല്ലോ? അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം, അംഗവാക്യത്തിലെ ക്രിയ അപൂർണമായിരിക്കും. ഇനി രണ്ടാമത്തെ വാക്യമാണ് അങ്കിവാക്യം. കണ്ടോ? അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ പൂർണ്ണമായിരിക്കും. അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ എന്തായിരിക്കും? പൂർണ്ണമായിരിക്കും. മഴ പെയ്തു, അവൻ വന്നു, നന്നായി പഠിച്ചു, പരീക്ഷ എഴുതി, ജോലി കിട്ടി, അവൾ പോയി, അവൾ പാടി. കണ്ടോ? ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ള വാക്യത്തെയാണ് എന്ത് പറയുക? അങ്കിവാക്യം. അപ്പോൾ അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ എന്തായിരിക്കും? പൂർണ്ണമായിരിക്കും. കണ്ടോ? അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം, അംഗവാക്യത്തിലെ ക്രിയ അപൂർണമായിരിക്കും. അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ എന്തായിരിക്കും? പൂർണ്ണമായിരിക്കും. ഇനി അടുത്ത വാക്യമാണ് സങ്കീർണ വാക്യം. കണ്ടോ? സങ്കീർണ വാക്യം. എന്താണ് സങ്കീർണ വാക്യം? ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നത് സങ്കീർണ വാക്യം. കണ്ടോ? ഒരംഗവാക്യവും അങ്കിവാക്യവും ഒന്നിച്ചു വരുന്നത് സങ്കീർണ വാക്യം. നന്നായി പഠിച്ചാൽ, കണ്ടോ? അംഗവാക്യം. കണ്ടോ? പരീക്ഷയിൽ വിജയിക്കും, അങ്കിവാക്യം. കണ്ടോ? ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വന്നതുകൊണ്ട് ഇതൊരു സങ്കീർണ വാക്യം. കണ്ടോ? അപ്പം എന്താണ് സങ്കീർണ വാക്യം? ഒരംഗവാക്യവും അങ്കിവാക്യവും ഒന്നിച്ചു വരുന്നതാണ് എന്ത്? സങ്കീർണ വാക്യം. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു എന്താണ് സങ്കീർണ വാക്യം എന്ന് പറഞ്ഞല്ലോ. ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നതാണ് സങ്കീർണ വാക്യം. വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം കൊള്ളുന്ന സുന്ദരമായ വനപ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം കൊള്ളുന്ന സുന്ദരമായ വനപ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ചോദ്യം 3 രീതിയിൽ നമുക്ക് ചോദിക്കാം. 1, ഇതിലെ അംഗവാക്യം ഏത്? വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം കൊള്ളുന്ന അംഗവാക്യം. ഇനി എന്താ പറഞ്ഞത്? സ്വൈര്യ നല്ല പ്രദേശങ്ങൾ എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം കൊള്ളുന്ന സുന്ദരമായ വനപ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. സുന്ദരമായ വനപ്രദേശങ്ങളുണ്ട് കേരളത്തിൽ എന്നുള്ളത് അങ്കിവാക്യം. ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വന്നതുകൊണ്ട് ഇതൊരു സങ്കീർണ വാക്യം. മുമ്പേ പറഞ്ഞല്ലോ, ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ചത്, ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അംഗവാക്യം, അവൻ ദൈവശിക്ഷ അനുഭവിക്കും, അങ്കിവാക്യം. ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വന്നതുകൊണ്ട് ഇതൊരു സങ്കീർണ വാക്യം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ നോക്കിക്കോ. മകൻ പരീക്ഷയിൽ ഒന്നാമനാകുവാൻ അമ്മ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇവിടെ മകൻ പരീക്ഷയിൽ ഒന്നാമനാകുവാൻ അംഗവാക്യം, അമ്മ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു, അങ്കിവാക്യം. ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വന്നതുകൊണ്ട് ഇതൊരു സങ്കീർണ വാക്യം. അപ്പോൾ സങ്കീർണ വാക്യം എന്നാൽ ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നത്. മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ ഏതൊക്കെ രീതിയിൽ ചോദിക്കും? ഇതിലെ അംഗവാക്യം ഏതെന്ന് ചോദിക്കും, ഇതിലെ അങ്കിവാക്യം ഏതെന്ന് ചോദിക്കും, ഇത് ഏതുതരം വാക്യമാണെന്ന് ചോദിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് മഹാവാക്യം. മഹാ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വലുത് എന്നാണ് അർത്ഥം. മഹാദേവൻ. കണ്ടോ? വലിയ ദേവൻ. അപ്പം
എന്താണ് മഹാവാക്യം? വലിയ വാക്യമെന്ന് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഒന്നിലധികം അങ്കിവാക്യങ്ങളുള്ളത് മഹാവാക്യം. എന്താ പറഞ്ഞത്? ഒന്നിലധികം അങ്കിവാക്യങ്ങളുള്ളത് മഹാവാക്യം. വേണമെങ്കിൽ ഇതിൽ അങ്കവാക്യം വരാം, പക്ഷെ എന്തുണ്ടായിരിക്കണം? ഒന്നിലധികം അങ്കിവാക്യങ്ങൾ. ഇപ്പം നമ്മൾ നോക്കുക, നന്നായി പഠിച്ചു, കണ്ടോ? നന്നായി പഠിച്ചു, പരീക്ഷയിൽ വിജയിച്ചു. ഇവിടെ നന്നായി പഠിച്ചു എന്നുള്ളത് അങ്കിവാക്യം, പരീക്ഷയിൽ വിജയിച്ചു എന്നുള്ളത് അങ്കിവാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു മഹാവാക്യം. ഇവിടെ ശ്രദ്ധിച്ച ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ഒരു ചിഹ്നം കൊടുത്ത് നമ്മൾ ഭിത്തിക, കണ്ടോ? ഈ പുത്തിക കഴിഞ്ഞ LP UP പരീക്ഷയിൽ ചോദിച്ചത് ഈ ചിഹ്നം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഭിത്തിക എന്നല്ല പറഞ്ഞത്, ഈ ചിഹ്നം എവിടെയാണ് ഉപയോഗിക്കുന്നത്? നന്നായിട്ട് നോക്കിക്കോ. തുല്യ അർത്ഥമുള്ള വാക്യങ്ങളുടെ മധ്യത്തിൽ, കണ്ടോ? തുല്യ അർത്ഥമുള്ള വാക്യങ്ങളുടെ മധ്യത്തിൽ, മഹാവാക്യത്തിൻ്റെ ഇടയ്ക്കാണ് ഉപയോഗിക്കുക. നമുക്ക് ഈ വാക്യത്തെ വീണ്ടും ആക്കാം. നന്നായി പഠിച്ചു, പരീക്ഷയിൽ വിജയിച്ചു, ജോലിയും കിട്ടി. കണ്ടോ? ജോലിയും കിട്ടി. ഇപ്പം 3 വാക്യമുണ്ട്. 3 എന്താണ്? അങ്കിവാക്യം. കണ്ടോ? ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു മഹാവാക്യം. കണ്ടോ? ഭീമൻ ബഗനെ കൊന്നു, അർജുനൻ കാലകേയനെയും. അവിടെ ഭീമൻ ബഗനെ കൊന്നു അങ്കിവാക്യം, അർജുനൻ കാലകേയനെയും, അതും അങ്കിവാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു മഹാവാക്യം. കണ്ടോ? അവൻ വന്നു, ഒന്നും തന്നില്ല. അവൻ വന്നു അങ്കിവാക്യം, ഒന്നും തന്നില്ല അങ്കിവാക്യം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളതാണെന്ത്? മഹാവാക്യം. നോക്കിക്കോണം, നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഇതിൽ എന്തു വരാം? അങ്കവാക്യം വരാം. അപ്പോഴും ഇതൊരു മഹാവാക്യം തന്നെയാണ്. കണ്ടോ? വേണമെങ്കിൽ ഇതിൽ മഴ പെയ്തപ്പോൾ ഞാൻ വീട്ടിലേക്കോടി. കണ്ടോ? മഴ പെയ്തപ്പോൾ. അപ്പോൾ എന്താണ് വന്നത്? മഴ പെയ്തപ്പോൾ. ഇവിടെ മഴ പെയ്തപ്പോൾ, കോമ. കണ്ടോ? മഴ പെയ്തപ്പോൾ ഇതൊരു അങ്കവാക്യമാണ്. കണ്ടോ? മഴ പെയ്തപ്പോൾ ഞാൻ വീട്ടിലേക്കോടി. കണ്ടോ? ഞാൻ വീട്ടിലേക്കോടി, പൂർണ്ണവാക്യം, അങ്കിവാക്യം. കണ്ടോ? അങ്കി. കുടയുമായി വരികയാണ് ഉണ്ടായത്, അങ്കി. കണ്ടോ? മഴ പെയ്തപ്പോൾ ഞാൻ വീട്ടിലേക്കോടി, കുടയുമായി വരികയാണ് ഉണ്ടായത്. മഴ പെയ്തപ്പോൾ അങ്കിവാക്യം. ഞാൻ വീട്ടിലേക്കോടി, അല്ല, മഴ പെയ്തപ്പോൾ അങ്കവാക്യം. ഞാൻ വീട്ടിലേക്കോടി അങ്കിവാക്യം. കുടയുമായി വരികയാണ് ഉണ്ടായത് അങ്കിവാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു മഹാവാക്യം. വേണമെങ്കിൽ അങ്കവാക്യം വരാം. ഇനി ഞാൻ നിങ്ങൾക്ക് തന്ന ഉദാഹരണം നോക്കുക. കണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ, കണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ വരികയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പിന്നീട് വരികയാണ് ഉണ്ടായത്. ഇവിടെ ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്കവാക്യം. കണ്ടോ? അങ്കവാക്യം, അങ്കവാക്യം. അവൻ അവിടെ ഇല്ലായിരുന്നു അങ്കിവാക്യം. പിന്നീടാണ് വന്നത്. കണ്ടോ? പിന്നീടാണ് വന്നത്. പിന്നീട്, അല്ലെങ്കിൽ പിന്നീട് വരികയാണ് ഉണ്ടായത്, അങ്കിവാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊരു മഹാവാക്യം. വേണമെങ്കിൽ ഇതിൽ അങ്കവാക്യം വരാം. ഇപ്പം നമ്മൾ നോക്കിക്കേ, നമ്മളിപ്പം 4 വാക്യം ഇതിനകത്ത് പറഞ്ഞു. അങ്കവാക്യം എന്നാൽ അപ്രധാന വാക്യം, അങ്കവാക്യത്തിലെ ക്രിയ പൂർണ്ണമായിരിക്കും. അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ. അങ്കവാക്യം എന്നാൽ അപ്രധാന വാക്യം, ഇതിലെ ക്രിയ അപൂർണമായിരിക്കും. അങ്കവാക്യം എന്നാൽ അപ്രധാന വാക്യം, ഇതിലെ ക്രിയ അപൂർണമായിരിക്കും. അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ പൂർണ്ണമായിരിക്കും. ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നതാണ് സങ്കീർണ വാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങളുള്ളത് മഹാവാക്യം. വേണമെങ്കിൽ ഇതിൽ അംഗവാക്യം വരാം. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാവാക്യം കഴിഞ്ഞാൽ പിന്നെ കേവലവാക്യം, അല്ലെങ്കിൽ ചൂർണിക, വിധിവാക്യം, നിഷേധവാക്യം. വിധിവാക്യത്തെ അർത്ഥത്തിന് വ്യത്യാസം വരാതെ നിഷേധവാക്യത്തിലും ആക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും വാക്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പറഞ്ഞത് മനസ്സിലായല്ലോ? വേഗത്തിൽ ഒന്നുകൂടി പറഞ്ഞേക്കാം. വാക്കുകളുടെ ബന്ധക്രമത്തെ വാക്യം എന്ന് പറയുന്നു. അർത്ഥമനുസരിച്ചു വാക്യത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. 1 നിർദ്ദേശക വാക്യം, ഒരു കാര്യം മാത്രം പറയുന്ന വാക്യം. 2 നിയോജകവാക്യം. നിയോജകവാക്യം എന്നാൽ ആജ്ഞ, പ്രാർത്ഥന ഇവയെ കാണിക്കുന്ന വാക്യം. അനുയോഗിക വാക്യം എന്നാൽ ചോദ്യത്തെ കാണിക്കുന്ന വാക്യം. വ്യാക്ഷേപക വാക്യം, വ്യാക്ഷേപക ശബ്ദങ്ങൾ വരുന്ന വാക്യം. ഇനി ഇതിലെ 1-ാമത്തെ വാക്യം അംഗവാക്യം. അംഗവാക്യം എന്നാൽ അപ്രധാന വാക്യം. അംഗവാക്യത്തിലെ ക്രിയ അപൂർണമായിരിക്കും. അങ്കിവാക്യം എന്നാൽ പ്രധാന വാക്യം, ഇതിലെ ക്രിയ പൂർണ്ണമായിരിക്കും. മഹാവാക്യം എന്നാൽ ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നത് സങ്കീർണവാക്യം. എന്താണ് പറഞ്ഞത്? ഒരംഗവാക്യവും ഒരങ്കിവാക്യവും ഒന്നിച്ചു വരുന്നത് സങ്കീർണവാക്യം. ഒന്നിലധികം അങ്കിവാക്യങ്ങളുള്ളത് മഹാവാക്യം. വേണമെങ്കിൽ ഇതിൽ അംഗവാക്യം വരാം. ബാക്കിയുള്ള മറ്റ് വാക്യങ്ങളുമായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യൂട്യൂബിലെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.